ഹലോ. ഫ്രൈഡേ മോർണിംഗ് ആണ്. ഫസ്റ്റ് ഫ്രെയിമിൽ തന്നെ കാണിക്കുന്നത് എൻ്റെ വല്യമ്മയാട്ടോ. എൻ്റെ വാപ്പിച്ചിയുടെ ഉമ്മയാണ് ഞങ്ങളെല്ലാവരുടെയും അവക്കുഞ്ഞ്. അപ്പോൾ ഇന്നത്തെ ഡേ ഇത്തിരി സ്പെഷ്യലുണ്ട്. അപ്പോൾ എല്ലാവരും പോയി പള്ളിയിൽ പോയി നിസ്കരിച്ച് പ്രാർത്ഥിച്ചൊക്കെ വന്നിട്ടുണ്ട്. ഒരുമിച്ചിരുന്ന് നമ്മളെ ചെമ്മീൻ കറിയും കേബേജ് തോരനും പപ്പടവും അച്ചാറൊക്കെ കൂട്ടി അടിപൊളിയായിട്ട് ഫുഡ് കഴിച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ ഡേ എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അനിയൻ ഗൾഫിലോട്ട് പോവുകയാണ്. ഇത്തിരി സങ്കടവും വിഷമവും സന്തോഷവും ഉണ്ട് കേട്ടോ. പിന്നെന്താ പറയുക, നമുക്ക് രാത്രി 9 മണിക്ക് ഇവിടെ നിന്ന് ഇറങ്ങണം. വെളുപ്പിന് 2:10 കേട്ടോ ഫ്ലൈറ്റ്. അപ്പോൾ നമ്മൾ 7 മണിക്കായിട്ടുണ്ടാകുമ്പോൾ ഇപ്പോൾ സമയം. അപ്പോൾ എല്ലാവരും ഒരുമിച്ച് സംസാരിക്കുകയൊക്കെ ചെയ്യണം. അപ്പോൾ എന്തൊക്കെ കൊണ്ടുപോകണം, ഡോക്യുമെൻറ്റ്സ് എന്തൊക്കെ വേണമെന്നൊക്കെ പറയാം കേട്ടോ. അപ്പോൾ നമുക്ക് ഫുഡ് എന്ന് പറയാനായിട്ട് പെറോട്ട, പത്തിരി, ചിക്കൻ കറി ആയിരുന്നു. വേറെ പുറത്തൊന്നും വരുന്നില്ല കേട്ടോ. നമ്മൾ ഫാമിലി മാത്രം, മാമയും അമ്മായിയും കുഞ്ഞമ്മയും കൊച്ചാപ്പന്മാരും വല്യമ്മയും ഞങ്ങളും അത്രയും പേരൊക്കെ ഉള്ളൂ കേട്ടോ. പിന്നെ അവൻ്റെ ഫ്രണ്ട്സും ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ എല്ലാവരും ഒരുമിച്ചിരുന്ന് ഫുഡൊക്കെ കഴിച്ചു. ഇറങ്ങാനുള്ള തിടുക്കത്തിലാണ്. അപ്പോൾ ഈ യാത്ര പറച്ചിലൊക്കെ ഞങ്ങൾക്ക് വളരെ വിഷമമുള്ള കാര്യമാണല്ലേ. പിന്നെ ഫസ്റ്റ് ടൈം പോണതിൻ്റെ എക്സൈറ്റ്മെൻറ്റ് അവനക്ക് നല്ലോണം ഉണ്ട്, അതേമാതിരി തന്നെ വിഷമവും ഉണ്ട്. പിന്നെ അവൻ്റെ പൂച്ചയുണ്ട് ബൂബു എന്ന് പറഞ്ഞിട്ടാണ്, ഞാൻ കൂടുതലും മിക്സ് ചെയ്യാൻ പോകുന്നത്. അങ്ങനെ ഫ്രണ്ട്സിനൊക്കെ യാത്ര പറഞ്ഞ് ഞങ്ങൾ പോവുകയാണ്. അതായത് ഞാനും മിക്കയും ഉമ്മച്ചിയും വാപ്പച്ചിയും അവനും നമ്മളെ പിള്ളേരും മാത്രമേ ഉള്ളൂ കേട്ടോ പോണത്. പിന്നെ വഴിക്ക് വെച്ചിട്ട് നമുക്കൊരു കാറിന് മിസ്സിങ്ങൊക്കെ ഉണ്ടായിരുന്നു. ഒരു 15 മിനിറ്റൊക്കെ അവിടെ നിന്നു. അങ്ങനെ അല്ലാടെ ഹൈറുകൊണ്ട് നമ്മൾ എയർപോർട്ട് എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു കുഴപ്പമില്ലാണ്ട് അവിടം വരെയും എങ്ങനെയെങ്കിലും എത്തണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുകയായിരുന്നു. അപ്പോൾ ഒരു കുഴപ്പമില്ലാണ്ട് നമ്മൾ എത്തിയിട്ടുണ്ട്. അങ്ങനെ അവിടെ നമ്മളൊരു 11 മണിക്കായപ്പോൾ എത്തി കേട്ടോ. കാരണം നമ്മൾ 9 മണിക്ക് ഇറങ്ങിയെങ്കിലും നമുക്ക് വണ്ടി ഇട വെച്ചിട്ട് പണി കിട്ടിയല്ലോ. അതാണ് നമ്മളവിടെ എത്തി. 9 വർഷത്തിന് ശേഷമാണ് ഞാൻ എയർപോർട്ടിൽ വന്നേക്കണത് കേട്ടോ. അന്ന് ഞാൻ വരുമ്പോൾ ഇതേപോലെ ഡിപ്പാർച്ചറിൽ തന്നെയാണ് വന്നേക്കണത്. കല്യാണം കഴിഞ്ഞ് 3 മാസമായപ്പോൾ ആരിസ്ക്ക് ഇതേപോലെ ദുബായിക്ക് പോവുകയാണ്. അന്നെന്ന് വെച്ചാൽ കരഞ്ഞ് മെഴുകി ഒന്നും പറയണ്ട, ചുറ്റുള്ളതൊന്നും കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അവിടെ ചെന്ന് ആരിസ്ഖാനെ ഡ്രോപ്പ് ചെയ്തതും തിരിച്ച് പോകുന്നതൊക്കെ എനിക്കൊരു ശരിക്കും പറയാനുണ്ടല്ലോ ഓർമ്മയില്ല. അപ്പോൾ ഈ നിമിഷവും അതേപോലെ തന്നെ ആയിരുന്നു. വിഷമമാണ്, പക്ഷെ സന്തോഷമുണ്ട്. കാരണം അവനക്കൊരു ലൈഫിലൊരു ഫ്യൂച്ചർ സെറ്റാവാൻ പോവുകയാണല്ലോ എന്നൊക്കെ ആലോചിക്കുമ്പോൾ ഹാപ്പിയാണ് കേട്ടോ. അവനെ യാത്ര ആക്കിയിട്ട് ഞങ്ങൾ നേരെ പോയത് ഗാലറിയിലാണ് കേട്ടോ. അവിടെ ഇരുന്നിട്ട് ഒരു 8 9 ഒക്കെ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യുന്നതും 1 2 മാത്രം ലാൻഡിങ് മാത്രം കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ. അവിടെ ഇല്ലേ, ഓരോ പ്ലെയിൻ പോകുമ്പോൾ ടേക്ക് ഓഫ് ചെയ്യുമ്പോൾ അവിടുത്തെ ഫാമിലി, അതായത് അവരെ പ്രിയപ്പെട്ടവരാണല്ലോ പോണത്. അപ്പോൾ എല്ലാവരും പറയും, പ്ലെയിൻ പോയി ടേക്ക് ഓഫ് ചെയ്തിട്ടുണ്ട്, വാ നമുക്ക് പോവാം. അങ്ങനെ പോകുമ്പോൾ ഓരോരുത്തരെയും കണ്ണിൽ നോക്കുമ്പോൾ വല്ലാത്ത വിഷമവും സങ്കടമൊക്കെ ഉണ്ട് കേട്ടോ. ശരിക്കും നമുക്കത് കാണുമ്പോൾ വിഷമമാവും. കാരണം അവരെ പ്രിയപ്പെട്ടവരല്ലേ പോകുന്നത്. നമുക്കായാലും അങ്ങനെ തന്നെയല്ലേ. അപ്പോൾ സജി പോകുമ്പോൾ എനിക്ക് വിഷമം ഉണ്ടായിരുന്നു കേട്ടോ. കാരണം ഫസ്റ്റ് ടൈമാണ് പോണത്. പിന്നെ നമുക്ക് പേടിക്കാനൊന്നുമില്ല, അവിടെ റിലേറ്റീവ്സിൻ്റെ അടുത്താണ് പോണത്. അപ്പോൾ ആ ഒരു ധൈര്യമുണ്ട്. അപ്പോൾ അവൻ വിളിച്ചിട്ട് പറഞ്ഞു 2:40 ഫ്ലൈറ്റ്, ഡിലേ ആണ്, അപ്പം നിങ്ങൾ വീട്ടിലേക്ക് പോയിക്കോളാൻ പറഞ്ഞു കേട്ടോ. അപ്പോൾ നമുക്കാണെങ്കിൽ വണ്ടി കംപ്ലൈൻറ്റും ആണ്. അപ്പോൾ അവനക്ക് ആ പേടിയും കൂടെ ഉണ്ട്. അപ്പോൾ ലാസ്റ്റ് ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്തത് ബ്രിട്ടീഷ് എയർലൈൻസ് ആയിരുന്നു കേട്ടോ. അങ്ങനെ അവർ പോയപ്പോൾ ഞങ്ങളും പറഞ്ഞു വാ നമുക്ക് പോവാമെന്ന് പറഞ്ഞു. പിന്നെ വണ്ടി കംപ്ലൈൻ്റ് ആണല്ലോ. അപ്പോൾ വാപ്പിച്ച് പറഞ്ഞു വാ നമുക്ക് പോവാം, അവനക്ക് എന്തായാലും എല്ലാ കാര്യങ്ങളും കഴിഞ്ഞിട്ടുണ്ട്, പിന്നെ നമുക്ക് പേടിക്കാനൊന്നുമില്ലല്ലോ. അങ്ങനെ ഞങ്ങൾ പോയ കാര്യമൊന്നും പറയണ്ട. വണ്ടി ബ്രേക്ക് ഡൗൺ ആയി. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ വണ്ടി ബ്രേക്ക് ആവും, ഉന്തും, അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ. എന്നാലും നമ്മൾ സേഫായിട്ട് വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു, കുഴപ്പമില്ല. അവനും അതേ സേഫായിട്ട് അവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇഷ്ടപ്പെട്ട കൂട്ടുകൂടി എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. ഇനിയും സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഞങ്ങൾക്കും ഞങ്ങളുടെ ഫാമിലിക്കും വേണ്ടി പ്രാർത്ഥിക്കണേ. അപ്പോൾ പുതുതായി സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് വന്ന എല്ലാവർക്കും ഒരുപാട് വീണ്ടും വീണ്ടും നന്ദിയുണ്ട്.